നമസ്കാരം. ടാൻഡം PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം 2025 മെയ് മാസം നടത്താൻ പോകുന്ന പരീക്ഷകളുടെ ടൈം ടേബിൾ PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചാകരക്കാലം എന്ന് തന്നെ പറയാവുന്ന ഒരു മാസമാണ് മെയ് മാസം. കാരണം നമുക്ക് ഈ ഒരു പുറത്തുവിട്ട ടൈം ടേബിൾ പ്രകാരം സെയിം സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പരീക്ഷകൾ ആ ഒരു മാസം നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പരീക്ഷകൾ ഉണ്ടായാലും മെയിനായിട്ടുള്ള 4 പരീക്ഷകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്ന്, ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിംസ് എക്സാം നടക്കുന്നത് മെയ് മാസമാണ്. മെയ് 10-ാം തീയതിയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിനുള്ള പ്രിലിംസ് എക്സാം നടക്കുന്നത്. ഡിഗ്രിയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ ഇന്നലെ മുതൽ പ്രൊഫൈലിൽ കൺഫർമേഷൻ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാകും. അപ്ലൈ ചെയ്ത ആളുകൾ നിർബന്ധമായിട്ടും പ്രൊഫൈലിൽ കയറിയിട്ട് കൺഫർമേഷൻ കൊടുക്കണം. 11/3 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം. ഡിഗ്രി പരീക്ഷകളുടെ അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഒരു എക്സാം തന്നെയാണ്. നല്ല കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ലെവലാണ്. അതോടൊപ്പം അപ്ലിക്കേഷൻ ലെവൽ എക്സാം ആണ് ഈ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗസറ്റഡ് ലെവൽ പോസ്റ്റാണ്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു പോസ്റ്റാണ്. നല്ല ഹൈ സാലറി ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ അതാണ് മെയ് മാസം നടക്കാൻ പോകുന്ന ഒരു എക്സാം. മെയ് 10-ാം തീയതിയാണ് ഈ എക്സാം നടക്കുന്നത്. ഇതിന്റെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകുക 26/4 മുതലാണ് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവുക. പിന്നെ അതേപോലെ മറ്റൊരു എക്സാം ആണ് 17/5 എക്സൈസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ഉള്ളത് 17/5 അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുക 3/5 മുതലാണ്. അതിന് ഈ പറഞ്ഞതുപോലെ കൺഫർമേഷൻ കൊടുക്കാനുണ്ട്. 20-ാം തീയതി മുതൽ അഥവാ ഇന്നലെ മുതൽ കൺഫർമേഷൻ ചോദിച്ചുകൊണ്ട് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. മാർച്ച് 11-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി വരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ എക്സാം അല്ലേ. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്, സെക്രട്ടേറിയറ്റ് KPSCയിലേക്കൊക്കെ ഉള്ള ഓഫീസ് അറ്റൻഡന്റ് തസ്തികയുടെ അതിന്റെ മെയിൻസ് എക്സാം PSC മെയ് മാസം തന്നെയാണ് നടക്കുന്നത്. 21/5 സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് എക്സാം നടക്കുന്നത്. 7/5 മുതൽ അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ അവൈലബിൾ ആകും. അതിന് കൺഫർമേഷന്റെ ആവശ്യമില്ല. മെയിൻ എക്സാം ആയതുകൊണ്ട് തന്നെ കൺഫർമേഷന്റെ ആവശ്യമില്ല. പിന്നെ പ്രിലിംസ് പാസ്സായ എല്ലാവർക്കും എക്സാം എഴുതാം. പ്രത്യേക കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജും ഈ പറയുന്ന മെയ് മാസം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പ്രിലിംസ് എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത് മെയ് മാസം തന്നെയാണ്. മെയ് 24-ാം തീയതിയാണ്. 24/5 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് എക്സാം ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്. അതിന്റെ ഹോൾ ടിക്കറ്റ് 9/5 മുതൽ നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. അതിനും നേരത്തെ കൺഫർമേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 20/2 മുതൽ 11/3 വരെ തന്നെയാണ് അതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്ത ആളുകൾ നിർബന്ധമായിട്ട് ഇന്ന് തന്നെ പ്രൊഫൈലിൽ കയറിയിട്ട് ലാസ്റ്റ് ഡേറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാന്നല്ല കൺഫർമേഷൻ കൊടുക്കാന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. ഒരു പക്ഷേ സൈറ്റൊക്കെ ജാം ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും എക്സാമുകളുടെ കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എക്സാം എടുക്കുന്നതോറും ഇത് സൈറ്റ് ജാം ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ പ്രൊഫൈലിൽ കയറിയിട്ട് കൺഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിന്റെ സിലബസിനെ കുറിച്ച് നോക്കാം. ഈ എക്സാമുകളൊക്കെ ഒരുമിച്ച് എങ്ങനെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഏറെക്കുറെ ഒരേ സിലബസ് തന്നെയാണ് ഈ എക്സാമിനൊക്കെ വരുന്നത്. ഡിവിഷണൽ അക്കൗണ്ടന്റിന് മാത്രമാണ് ചെറിയൊരു മാറ്റം ഉള്ളത്. ബാക്കിയൊക്കെ ഏറെക്കുറെ സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ സെക്രട്ടേറിയറ്റ് OAയുടെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ജനറൽ നോളജിന്റെ ഭാഗത്ത് ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്. മാർക്കിൽ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ സിലബസ് സെയിം ആണ്. ഹിസ്റ്ററിയിൽ 5 മാർക്കാണ് സെക്രട്ടേറിയറ്റ് OAയുടെ സിലബസിലുള്ളത്. അതേപോലെ ജോഗ്രഫി 5 മാർക്കുണ്ട്, എക്കണോമിക്സ് 5 മാർക്കുണ്ട്, ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സ് 5 മാർക്കുണ്ട്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനവും 5 മാർക്കുണ്ട്. പിന്നെ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് 6 മാർക്കുണ്ട്. ഭൗതിക ശാസ്ത്രം 3 മാർക്ക് അഥവാ ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി അഥവാ രസതന്ത്രം 3 മാർക്ക്, പിന്നെ കലാകായികം സാഹിത്യം അതായത് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന് 5 മാർക്കാണുള്ളത്. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ ഫാക്സിന് 3 മാർക്കുണ്ട്. പിന്നെ സുപ്രധാന നിയമങ്ങൾക്ക് 5 മാർക്കുണ്ട്. ആനുകാലിക വിഷയം അഥവാ കറണ്ട് അഫയേഴ്സിന് 20 മാർക്കുണ്ട്. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് ഒരു 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പിന്നെ മലയാളം
കന്നഡ തമിഴ് അതിന് 10 മാർക്ക്. അങ്ങനെയാണ് ഈ ഓഫീസ് അറ്റൻഡന്റ് മെയിൻസ് എക്സാമിന്റെ സിലബസ് വരുന്നത്. ഇനി അതേ സിലബസ് തന്നെയാണ് നമുക്ക് പിന്നെ ഡിഗ്രി ലെവൽ കോമൺ എക്സാമിനേഷൻ, സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും അതോടൊപ്പം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും അതിന്റെയൊക്കെ പ്രിലിംസ് എക്സാമിന് വരുന്നത് ഇതേ സിലബസ് തന്നെയാണ്. ഏറെക്കുറെ മാർക്കിൽ കുറച്ച് മാറ്റമുണ്ട്. ഹിസ്റ്ററി 10 മാർക്ക് ഉണ്ട്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ 10 മാർക്ക്, ബേസിക് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് അഥവാ മലയാളം, തമിഴ്, കന്നഡ 10 മാർക്ക്. ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അറിയാം. ഇവിടെ പിന്നെ എന്താ പറയാ, സെക്രട്ടേറിയറ്റ് OAയുടെ സിലബസിൽ ഒരു പിന്നെ കേരള ഭരണരംഗം എന്ന് പറയുന്ന ഒരു ഭാഗം കൂടുതലായിട്ടുണ്ട് അല്ലെ. പിന്നെ ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പകരം അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാർക്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഈ 2 സിലബസും സെയിം സിലബസ് തന്നെയാണ്. ഈ സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് നോക്കിക്കഴിഞ്ഞാലും ഒരേ സിലബസ് കോപ്പി ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തൊന്നും മലയാളത്തിലും ഒന്ന് ഇംഗ്ലീഷിലും കൊടുത്തതാണെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മനസ്സിലാകും. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ സിലബസിൽ കാണുന്നില്ല. ഇനി അതേപോലെ തന്നെയാണ് എക്സൈസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസറുടെ സിലബസും ഏറെക്കുറെ ഇത് തന്നെയാണ്. ഹിസ്റ്ററിക്ക് 5 മാർക്ക്, ജോഗ്രഫിക്ക് 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്, കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, അതേപോലെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 4 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, പിന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ 4 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പിന്നെ പ്രാദേശിക ഭാഷകൾ അതായത് പിന്നെ നമ്മൾ പറഞ്ഞ മലയാളം അല്ലെങ്കിൽ മിക്കവാറും മലയാളം ആയിരിക്കും, അല്ലെങ്കിൽ കന്നഡ, തമിഴ് ഏതാണോ അതിന് 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ അതിലൊരു സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്ക് വരുന്നുണ്ട്. എക്സൈസിൽ സ്പെഷ്യൽ ടോപ്പിക്ക് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 20 മാർക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ആ ഒരു 20 മാർക്ക് ഒഴിച്ചാൽ ബാക്കി വരുന്ന 80 മാർക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെക്രട്ടേറിയറ്റ് OAയുടെ സിലബസിലും അതേപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസിലും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 എക്സാമും നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലൊരു എക്സൈസ് ഓഫീസർ കേസിൽ 20 മാർക്കിന് എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ടി വരുമെന്ന് മാത്രം, ബാക്കിയൊക്കെ സെയിം സിലബസ് തന്നെയാണ്. ഇനി ഡിവിഷണൽ അക്കൗണ്ടന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടി ഗ്ലാമർ പോസ്റ്റ് ആണ്, കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉള്ള ഒരു പോസ്റ്റാണ്. അവിടെ ജനറൽ നോളജിന്റെ ഭാഗത്ത് 30 മാർക്കേ ഉള്ളൂ. ജനറൽ നോളജിനും ഇംഗ്ലീഷിനും കൂടി 30 മാർക്കേ ഉള്ളൂ. ആ ജനറൽ നോളജ് ഏറെക്കുറെ നമ്മൾ ഈ പറഞ്ഞ സിലബസിന് സമാനമായിട്ടുള്ള സിലബസ് തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷന് 40 മാർക്കുണ്ട്. ആ 40 മാർക്കിൽ കുറച്ചുകൂടി ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള മാത്സിന്റെ ഭാഗങ്ങളാണ് കൂടുതൽ ഉള്ളത്. എന്നാലും ഈ പറയുന്ന നമ്മൾ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിന് പറയുന്ന ഭാഗത്തുള്ള മാത്സിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. കുറച്ചുകൂടി റേഞ്ച് കൂടിയ ക്വസ്റ്റ്യനുകളായിരിക്കും ഇതിൽ നിന്ന് വരിക. എന്നിരുന്നാലും ഏറെക്കുറെ ഈ ഒരു മാത്സും മെന്റൽ എബിലിറ്റി ഡിഗ്രി ലെവലിൽ ഉള്ളതിന്റെ തുടർച്ച തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ എലമെന്ററി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞൊരു 30 മാർക്ക് എക്സ്ട്രാ, അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതാണ് ഇതിലൊരു എക്സ്ട്രാ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മെയ് മാസത്തെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് ഇനി വരുന്ന ഒരു 2-2.5 മാസക്കാലം, മാർച്ച് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും, ഏപ്രിൽ ഫുള്ളായിട്ട് കിട്ടും, മെയ്യിൽ നമുക്ക് പിന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണെങ്കിൽ 10-ാം തീയതിയാണ്, ബാക്കിയുള്ളതൊക്കെ മെയ് 15-ന് ശേഷം വരുന്ന എക്സാമുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു 15 ദിവസം അവിടെയും കിട്ടും. ഇനി നമ്മുടെ ഫെബ്രുവരിയിൽ തന്നെ ഒരാഴ്ച കൂടി അതും ബാക്കിയുണ്ടല്ലേ. അപ്പൊ എല്ലാം കൂടി കൂട്ടി 2.5 മാസത്തിനും 3 മാസത്തിനും ഇടയ്ക്കുള്ള ഒരു സമയം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസ്, ഈ പറയുന്ന ഒരു സിലബസ് നല്ല തറോ ആക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 4 എക്സാമിനും അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും 3 എക്സാമിന് അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടാവും. ഏത് എക്സാമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, ഏത് എക്സാമിന് അപ്ലൈ ചെയ്തവരാണെങ്കിലും ഈ ഒരു സിലബസ് പ്രകാരം കൃത്യമായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ടാലന്റ് PSC നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മൾ കുറച്ച് ഫ്രീ ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെയ്ഡ് ബാച്ച് ഉണ്ട്. പെയ്ഡ് ബാച്ച് ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള ഒരു പെയ്ഡ് ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. അതിൽ കൂടുതൽ നമ്മൾ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ മിക്കവാറും ഒരു ഏപ്രിൽ 1 ഒരു ക്രാഷ് കോഴ്സ് ചെയ്യും. അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ബന്ധപ്പെടാം. ഏതായിരുന്നാലും നിങ്ങൾ ടാലന്റ് PSCയുടെ കോഴ്സിന് ചേർന്നാലും ഇല്ലെങ്കിലും കൃത്യമായിട്ട് ഈ ഒരു സിലബസ് പ്രകാരം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുക.
നല്ല ഒരു PSCയുടെ രീതികളൊക്കെ, പുതിയ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ സിലബസിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം ഈ ഒരു വർഷം തന്നെ 2025 കലണ്ടർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.